തിരുവനന്തപുരം കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചുവെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. നാളെ ഗവർണറെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്നും അതുമാത്രമാണ് ഇപ്പോൾ ചെയ്യാനാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിധിൻ രാജിന്റെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അതേസമയം നിധിൻ രാജിന്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും പിതാവ് രാജൻ ആവർത്തിച്ചു. നിലവിൽ പ്രതികളായ അധ്യാപകർക്ക് മാത്രമല്ല, ലത എന്ന അധ്യാപികയ്ക്കും കമൽ എന്ന ഹോസ്റ്റൽ വാർഡനും മകന്റെ മരണത്തിൽ പങ്കുണ്ടെന്നും പിതാവ് ആരോപിച്ചു. എന്തിനാണ് മകനെ ഇരുട്ടുമുറിയിലടച്ചത്? പലതവണയായി മകൻ നൽകിയ പരാതികൾ പ്രിൻസിപ്പൽ പൂർത്തിവച്ചു. മകൻ കോളേജിലെത്തി 1 മാസം മുതൽ റാഗിംഗ് നേരിട്ടു. പല വസ്ത്രങ്ങൾ ഇടാൻ പോലും സമ്മതിച്ചില്ല. ടീഷർട്ട് ഇട്ടതുപോലും ഊരിപ്പിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ ക്രൂരത. കുളിക്കാൻ പോലും സമ്മതിച്ചില്ല. തുണി അലക്കാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വന്നു എന്നും പിതാവ് ആരോപിച്ചു. HOD മൃഗീയമായി മകനെ അധിക്ഷേപിച്ചു. കണ്ണാടിയിൽ നോക്കാൻ പോലും പറഞ്ഞു. തന്റെ മകനെ എന്തായിരുന്നു ഒരു കുറവ്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുഴുത്ത പട്ടി എന്നുവരെ വിളിച്ചു. ജീവനോടെയെങ്കിലും മകനെ തരാമായിരുന്നു. മകനെപ്പറ്റി എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് കുടുംബത്തെ അറിയിക്കാമായിരുന്നു. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ് മകൻ. സിദ്ധാർത്ഥിനെപ്പോലെ തന്റെ മകനെയും കൊന്നുവെന്നും പിതാവ് പറഞ്ഞു. ഈ മാസം 10-നാണ് നിധിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയതായി കുടുംബം അറിയുന്നത്. മരിച്ച ദിവസം രാവിലെ 11 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ വേണമെന്ന് സഹോദരിയെ വിളിച്ച് നിധിൻ ആവശ്യപ്പെടുകയും അവർ അയച്ചുകൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് 1:30 കോളേജിൽ നിന്നൊരു അധ്യാപിക വിളിച്ച് നിധിൻ കെട്ടിടത്തിൽ നിന്ന് വീണ് അപകടം പറ്റിയിട്ടുണ്ട്, ഉടൻ വരണമെന്ന് അമ്മ ലതയോട് പറയുകയായിരുന്നു. കുട്ടി മരിച്ച വിവരം പോലും കോളേജ് അധികൃതർ വിളിച്ചു പറഞ്ഞില്ല. വാർത്ത കണ്ട് ബന്ധുക്കൾ വിളിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞതെന്ന് കുടുംബം ആരോപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി താഴെ കൊടുത്ത ലിങ്കിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ എൻ്റെ നാട് വാർത്താ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 8129622842.